രാവിലെ തന്നെ അങ്ങ് കള്ളിക്കാട് പോകണമെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും വാശി പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ഞാനും ഏട്ടനും കൂടി നാളെ പോവാമെന്ന് ഞങ്ങളും വാശി പിടിച്ചു. അവസാനം ഞങ്ങളുടെ വാശി തന്നെ ജയിച്ചു കേട്ടോ. അച്ഛനും അമ്മയും നാളെ പോവാമെന്ന് പറഞ്ഞ് സമ്മതിച്ചു. പിന്നെ അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞു, ചായ എല്ലാം ഇട്ട് കുടിച്ചു, കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ. എല്ലാവരും ഉണ്ടെങ്കിൽ ഭയങ്കര മടിയാണ്. ഇങ്ങനെ കാര്യം പറഞ്ഞിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കാര്യം പറഞ്ഞിരിക്കുമ്പോൾ സമയം പോകുന്ന അറിയില്ല. അങ്ങനെ കുറേ സമയം ഇരുന്ന ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. അച്ഛൻ മുട്ട കഴിക്കാത്തതുകൊണ്ട് ഉള്ളിക്കറി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് മുട്ട പ്രത്യേകം മാറ്റി വെച്ചിരിക്കുക കേട്ടോ. ഇത് അമ്മ ഉണ്ടാക്കിയ ഉള്ളിക്കറിയാണ്. ഇതെന്താ സംഭവം ഡയറി മിൽക്ക് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വേദയ്ക്കിപ്പോൾ ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇന്നലെ കൊണ്ടുവന്ന് അടുപ്പത്തിൻ്റെ സൈഡ് വെച്ചതാണ്. അപ്പോൾ ഇന്നിപ്പോൾ മെൽറ്റ് ആയിരിക്കുന്നുണ്ട്, ഇനി വേദയ്ക്ക് കഴിച്ചാൽ മതി. എന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ സ്ഥിരം പരിപാടി മീൻ വാങ്ങാനായിട്ട് ഇന്ന് പേയാട് മാർക്കറ്റിലാട്ടോ വന്നത്. അമ്മയുടെ ഫേവറേറ്റ് വാള മീൻ വാങ്ങിയ ശേഷം ചക്ക ഇരിക്കുന്നുണ്ടോ, ചക്ക വാങ്ങി. സാധാരണ ചക്ക 50 രൂപയ്ക്ക് വളരെ കുറച്ചായിരിക്കും തരുന്നത്. ഇന്നിപ്പോൾ നിറയെ ചക്കയൊക്കെ തന്നു കേട്ടോ ഈ ആൻറ്റി. അങ്ങനെ ആൻറ്റിയുടെ വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ പറയും നാളെ യൂട്യൂബിൽ വരും, യൂട്യൂബ് താരമാണെന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് ചിരിക്കുകയാണ് എല്ലാവരും കൂടി. ചീര വാങ്ങി, പിന്നെ കുറച്ച് പച്ച മാങ്ങ വാങ്ങി. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത് കേട്ടോ. വാങ്ങിയിട്ട് വീട്ടിൽ പോയി ഇതെല്ലാം അടിപൊളിയായിട്ട് വച്ച ശേഷം ഉച്ചയ്ക്ക് ചോറും ചക്കയും മീൻകറിയും ഇന്നലത്തെ മീൻ വറുത്തതും തോരനും ഒക്കെ കൂട്ടി കഴിക്കുകയാണ്. ആരൊക്കെയോ ഈ ഡ്രസ്സ് കൊള്ളാമെന്ന് പറഞ്ഞ ശേഷം ഞാനിത് ഊരുന്നില്ല കേട്ടോ. ഇങ്ങനെ എന്നെ എല്ലാവരും കളിയാക്കാണ്. ആരോ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇത് ഊരുന്നില്ല, നിനക്ക് നാറുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചീമയായിട്ട് പുറത്ത് പോയിരുന്നു. ചീമയ്ക്ക് ബിരിയാണി വാങ്ങാനായിട്ട് നമ്മുടെ ആസിഫ ബിരിയാണി ഇന്നലെ കൂടി ഓഫർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങാൻ പോയിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. കഴിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അമ്മയും ഏട്ടനും ഒക്കെ കഴിച്ചു, ഞാൻ മാത്രം കഴിച്ചില്ല. സംഭവം എന്ത് ടേസ്റ്റാണെന്നറിയാം. ചക്കയും വാള മീൻകറിയും ചീരത്തോരനും മത്തിമീൻ വറുത്തതും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ച ശേഷം ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകണമായിരുന്നു. അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. ഡ്രസ്സ് മാറ്റിയില്ല കേട്ടോ. ഇന്ന് സത്യമായിട്ട് ഞാൻ ഇനി കുറച്ച് ദിവസത്തേക്ക് ഡ്രസ്സ് കാണിക്കത്തില്ല, വാഷ് ഇട്ടു കേട്ടോ. അത് എന്നിട്ട് ഞങ്ങൾ എങ്ങോട്ടൊക്കെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളിന്ന് ജോസ്കോ ജ്വല്ലറിയിലാണ് പോകുന്നത്. അപ്പോൾ ഏട്ടൻ സത്യമായിട്ട് വന്നത് ഏട്ടനൊരു റിങ് വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു റിങ് വാങ്ങുന്നതൊക്കെ കൊള്ളാം, തിരിച്ച് നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സ്റ്റഡ് കൂടെ കാത് കുത്തണം. ഇപ്പോൾ ഓൾറെഡി 3 ഉണ്ട്, 3 സ്റ്റഡ് കുത്തിയിട്ടുണ്ട്. അപ്പോൾ 4th സ്റ്റഡ് ഒന്നുകൂടെ കുത്തണമെന്ന് പറഞ്ഞിട്ട് ഞാനും വാശി പിടിച്ചു. അപ്പോൾ പറയും നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ റിങ് എടുക്കുകയാണ്. ഏട്ടന് ഓൾറെഡി 2 റിങ് ഉണ്ട്, എന്നിട്ടാണ് ഒരെണ്ണം കൂടി വാങ്ങുന്നത്. പിന്നെ നമുക്കൊരു അസറ്റല്ലേ എന്ന് കരുതി ഞാനും അങ്ങ് സമ്മതിച്ചെങ്കിലും എനിക്ക് വലിയ സന്തോഷമില്ല കേട്ടോ. എനിക്ക് സ്വർണ്ണം വാങ്ങി തരാണ്ട് ഏട്ടൻ വാങ്ങുന്നതുകൊണ്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒട്ടും സന്തോഷമില്ല. അതുകൊണ്ട് ഏട്ടൻ വാങ്ങുന്ന റിങ്ങും ഞാൻ കാണിച്ചു തരില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് സന്തോഷമില്ല. അതുകൊണ്ടാണ് എനിക്ക് വാങ്ങിച്ചു തരാണ്ട് ഏട്ടൻ വാങ്ങിച്ചിടുന്നതിൻ്റെ ഒരു അസൂയയും കുശുമ്പും ഒക്കെ കേട്ടോ. അപ്പം ഞാൻ നോക്കുന്നു കൂടിയില്ല കേട്ടോ. ഏട്ടൻ ഏത് റിങ്ങും എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളൊരു ഇത് പറഞ്ഞാലും ഏട്ടൻ്റെ ഇഷ്ടത്തിന് എടുക്കത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ പറയുന്നതും പറഞ്ഞിട്ടും കാര്യമില്ല. എന്നിട്ട് ഏട്ടൻ റിങ്ങെല്ലാം എടുത്ത സമയം കൊണ്ട് ഏട്ടനോട് പറഞ്ഞു നിങ്ങൾ താഴെ പോയി കമ്മലെടുക്കാൻ പറഞ്ഞു. ആ സമയം കമ്മലെടുക്കാൻ എനിക്ക് എണീറ്റതും ചേച്ചി കോഫിയും കൊണ്ടുവന്നു കേട്ടോ. ഇപ്പോൾ ജോസ്കോയിൽ കോഫിയിലെ കപ്പൊക്കെ മാറി കേട്ടോ. മറ്റേ ഡിസ്പോസൽ കപ്പായിരുന്നു, ഇപ്പോൾ കപ്പൊക്കെ മാറി കുറച്ചുകൂടെ സ്റ്റൈലും കപ്പായി. ഇപ്പോൾ കോഫിക്കും ചെറിയൊരു വ്യത്യാസമുണ്ട്, കുറച്ചുകൂടെ ടേസ്റ്റ് വന്നു കേട്ടോ. കോഫിക്ക് നല്ല കോഫിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ കോഫിയെല്ലാം കുടിച്ചു. സാധാരണ ജോസ്കോയിൽ വരുന്നത് മെയിൻലി കോഫി കുടിക്കാനായിട്ടാണ്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചു. എന്നിട്ട് സെക്കൻഡ് സ്റ്റഡ് നോക്കുകയാണ്. എനിക്കിതിൽ കുറച്ചൊക്കെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു. എനിക്ക് കുഞ്ഞ് സ്റ്റഡ് മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം കുറേ വലിയ സ്റ്റഡിൻ്റെ കളക്ഷൻസാണ് എടുത്ത് തന്നത്. അതിലൊക്കെ ഞാൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടത് മാറ്റി വെച്ചിട്ട് വേറെയും കുഞ്ഞ് സ്റ്റഡിൻ്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ കളക്ഷൻസ് എടുത്ത് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് 2 സ്റ്റഡ് കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ അപ്പുറമാണ് വേറൊരു സ്റ്റഡ് കുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുത്തണോ അതോ ഇങ്ങനെ അപ്പർ ഇയറിൽ കുത്തണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷനൊക്കെ അടിച്ചിരിക്കുക കേട്ടോ. എവിടെ കമ്മൽ കുത്തണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അവസാനം ഒരു കുഞ്ഞ് സ്റ്റഡ് ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ. കുഞ്ഞ് 2 വൈറ്റ് സ്റ്റോണിൻ്റെ 2 സ്റ്റഡ് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ അപ്പർ ഇയറിൽ കുത്താൻ നോക്കിയപ്പോൾ ഗോൾഡിൽ ആ സംഭവം ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ആളും എടുത്ത് തന്നില്ല കേട്ടോ. പിന്നീടാണ് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ഡയമണ്ട് സെക്ഷനിൽ ആ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി നമ്മൾ നോക്കി. വീണ്ടും കോഫി വന്നു, വീണ്ടും എടുത്തു. കോഫിയുടെ ടേസ്റ്റ് കൊണ്ട് ഞാനും വേദയും ഓരോ കോഫിയുടെ എടുത്തു കേട്ടോ. നമ്മുടെ ജെറിച്ചേട്ടൻ പോയ ശേഷം ഞാൻ സെബിയാണ് കാണുന്നത്. സെബിയാണ് ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ആൾ കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ ആ കുഞ്ഞ് സ്റ്റോണിൻ്റെ സ്റ്റഡ് എടുത്തു. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനൊരു കൺഫ്യൂഷൻ.
ഈ ഇവിടെ നടുക്ക് കുത്തണോ അത് ഏറ്റവും മുകളിൽ കുത്തണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ആ നടുക്ക് തന്നെ കുത്താമെന്ന് എല്ലാവരും കൂടെ അങ്ങ് പറഞ്ഞു. അവിടെ കുത്താൻ പറഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം കുത്തുമ്പോൾ മുകളിൽ കുത്താമെന്ന് പറഞ്ഞിട്ട് നടുക്ക് തന്നെ കുത്താമെന്ന് സമ്മതിച്ചു കേട്ടോ. എന്നിട്ട് സെബി പറഞ്ഞു മുകളിൽ മറ്റേ അപ്പർ ഇയറിൽ കുത്തുന്ന സംഭവമുണ്ട്, അതിന് കോപ്പയെന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സാധനം മുകളിലുണ്ട്, ഡയമണ്ട് സെക്ഷനിലാണുള്ളത്, ഗോൾഡിലില്ല, ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാണ്ട് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, അത് ഞാൻ ഈ വീഡിയോയിൽ എടുത്തില്ല എന്ന് തോന്നുന്നു. വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു, അതെല്ലാം ഡയമണ്ട് ആയിരുന്നു, കുറച്ച് പൈസ ആവും, അതുകൊണ്ട് അത് എടുത്തില്ല. ജസ്റ്റ് നോക്കിയിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് കുത്താമെന്ന് കരുതിയിട്ട് കാത് കുത്താനായിട്ട് ഇതേ ഇങ്ങോട്ടേക്ക് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ കാത് വേദനിക്കും, പക്ഷെ ഇങ്ങനെ നിറയെ കമ്മലൊക്കെ ഇട്ട് നിൽക്കാൻ ഭയങ്കര കുഞ്ഞു കുഞ്ഞു കമ്മൽ, വലിയ കമ്മലല്ല, കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ സ്റ്റഡുകളിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദേ ഇവിടെ വന്ന് അപ്പോൾ ഗൺ ഷൂട്ട് അടിക്കണോ അതാ കുത്തണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാത് കുത്തിയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഈ കുത്തിയിരിക്കുന്ന എല്ലാം അല്ലാണ്ട് ഇങ്ങനെ കുത്തിയതാണ്, ഒന്നും ഗൺ ഷൂട്ട് അടിച്ചതല്ല കേട്ടോ. മൂക്കുത്തി മാത്രം ഗൺ ഷൂട്ട് അടിച്ചതാണ്. എനിക്കെന്തോ അത് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. മൂക്കുത്തി ഗൺ ഷൂട്ട് ചെയ്തത് ഈ മൂക്കുത്തി കല്യാണിൽ നിന്ന് ഞാൻ അല്ല ഇത് മലബാറിൽ നിന്ന് എടുത്തതാണ് ഞാൻ എൻ്റെ മൂക്കി കിടക്കുന്ന മൂക്കുത്തി. അപ്പോൾ കല്യാണിലാണ് മൂക്ക് കുത്താനായിട്ട് പോയപ്പോൾ ഗൺ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയാണ് മൂക്ക് അങ്ങനെ കുത്തിയത് കേട്ടോ. ബാക്കി കമ്മലെല്ലാം അല്ലാണ്ട് കുത്തിയതാണ്, എനിക്കതാണ് കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഈ ചേട്ടൻ മാർക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാൻ പറയും. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു കേട്ടോ ഒരു വീഡിയോ എടുത്തതാന്ന് പറഞ്ഞു. അമ്മയും വേദയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയാണ് കറക്റ്റ് പോയിന്റിലാണോ മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കറക്റ്റാണ്, മുകളിലുള്ള കമ്മൽ കറക്റ്റ് അല്ലാണ്ടാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ, എൻ്റെ ഭംഗിക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതെല്ലാം ഞാൻ ജോസ്കോ എന്നാട്ടോ കുത്തിയത്, മൂക്ക് മാത്രമാണ് കല്യാണിയിൽ നിന്ന് കുത്തിയത്. അങ്ങനെ അതിഗംഭീരമായിട്ട് ഞാൻ വീണ്ടും കമ്മൽ കുത്താൻ പോവുകയാണ് ഫ്രണ്ട്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇനിയും നിറയെ കുത്തണം കേട്ടോ. ഞാൻ കുത്തും, പിന്നെ ഓരോരോ വേദന കഴിഞ്ഞ ശേഷം ഒരു വേദന വന്ന് അത് ഉണങ്ങിയ ശേഷം അടുത്തത് കുത്താമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതുവരെ എത്തി. ഇപ്പോൾ ടോട്ടൽ 4 കമ്മലുണ്ട് കേട്ടോ എൻ്റെ കാതിൽ. അങ്ങനെ ആ ചേട്ടന് ഞാൻ എൻ്റെ കുഞ്ഞ് കമ്മലെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇതാണ് കുഞ്ഞ് കമ്മലാണ്, അവിടെ ഇട്ടാൽ അതോടെ ഒരു ചെറിയൊരു മടക്ക് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മടക്കിലിട്ടാൽ കാണുമെന്ന് വെച്ചപ്പോൾ ചേട്ടൻ ധൈര്യമായിട്ട് കാണും, ഇടാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കുത്തുന്ന സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കമ്മലിങ്ങനെ വെച്ച് ഇറക്കം കേട്ടോ. എൻ്റെ അമ്മേ നമ്മുടെ ജീവൻ പോവും. പക്ഷേ ഈ ചേട്ടൻ ഫസ്റ്റ് എനിക്ക് ചെവിയിൽ കുത്തിയപ്പോൾ വേദനിച്ചു എങ്കിൽ അപ്പോഴത്തൊരു വേദന ഉണ്ടായിരുന്നുള്ളൂ, വലിയൊരു വേദന ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ടാണ് ചേട്ടൻ കുത്തി തന്നു. എൻ്റെ അമ്മോ എങ്കിലും കുത്തുമ്പോൾ നമ്മുടെ സ്കിന്നിങ്ങനെ തുളങ്ങി ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ വേദയ്ക്ക് മൂക്ക് കുത്തണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് മൂക്ക് കുത്തി തരണേ അമ്മ വലുതായിട്ടെന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടപ്പോൾ വേദയ്ക്ക് കുത്തണ്ടാന്ന് ഒരു അനുഭവമായിരുന്നു. ഞാൻ എന്നിട്ടും ആ കുത്തുന്ന വേദനയിൽ വിളിച്ചേട്ടാ എൻ്റെ മുഖത്തെ റിയാക്ഷൻ എടുക്കുക, ആൾക്കാർ കാണട്ടെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണട്ടെ എൻ്റെ മുഖത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞു. പക്ഷേ ഏട്ടൻ ഇങ്ങനെ എത്തിയപ്പോഴേക്കും എൻ്റെ റിയാക്ഷൻ പോയി. കുത്തുന്ന സമയത്ത് ഇത് പോയിട്ട് സന്തോഷമാണ് മുഖത്ത് വന്നത്, വീണ്ടും ഞാൻ കാത് കുത്തിയല്ലോ എന്നുള്ള സന്തോഷം. അപ്പോഴേക്കും എൻ്റെ ചെവിയെല്ലാം ചുമന്ന് കേട്ടോ, ചുമന്ന് ആകെ തുടുത്തു. ആഹാ ആ അസുഖം എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ, കമ്മൽ കുത്തിയതിൻ്റെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ വേദന. പക്ഷേ ഈ കുത്തിയതിൻ്റെ അന്ന് മാത്രമേ എനിക്ക് വേദന ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പുവെള്ളം, പിന്നെ ഞാൻ കുറച്ച് പെർഫ്യൂമൊക്കെ അടിച്ചു, പിന്നെ വാസലിൻ ഇട്ടു, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആഫ്റ്റർ കെയർ ഞാൻ ചെയ്തത്. ഇന്നിപ്പോൾ എനിക്ക് വേദനയേ ഇല്ല, ഒട്ടുമേ വേദനയില്ല. ആ അടിച്ച ദിവസത്തെ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഉറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കേട്ടോ, ഇങ്ങനെ ചരിഞ്ഞ് കിടക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നേരെ തന്നെ കിടക്കേണ്ടി വന്നു. എൻ്റെ മുഖത്തെ റിയാക്ഷൻ കാണണമെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടോളൂ എങ്ങനെയാണ് ഞാൻ അപ്പുറത്തെ കാത് കുത്തിയപ്പോൾ റിയാക്ട് ചെയ്തതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. കുത്തി ഇറക്കി നല്ലൊരു റിയാക്ഷനായിരുന്നു കേട്ടോ അത്. എന്നിട്ട് ഒരിത് പോയി കേട്ടോ, എന്നിട്ട് സന്തോഷമാണ് വന്നത്, വീണ്ടും ഞാൻ കുത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആഫ്റ്റർ കെയർ ഞാൻ ഉപ്പുവെള്ളം, കുറച്ച് പെർഫ്യൂം അടിച്ചു, അതുപോലെ ഇങ്ങനെ ഈ ആൽക്കഹോൾ കണ്ടൻറ്റ് വരുന്ന സാധനങ്ങൾ ഇങ്ങനെ, അതായത് യൂഡിക്ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതൊക്കെ ഇട്ടു, വാസലിൻ ഇട്ടു. കിടക്കുന്നതിന് മുന്നേ വാസലിൻ എൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് കിടന്നത് കേട്ടോ. അപ്പോഴും തൊടുമ്പോൾ ഒരു വേദന ഉണ്ടായിരുന്നു, അല്ലാണ്ട് എനിക്ക് വേദന ഇല്ലായിരുന്നു. കുത്തിയപ്പോൾ വേദന ഉണ്ടായിരുന്നു, അല്ലാണ്ട് കുത്തിയതായിട്ട് അറിയുന്നില്ല. പിന്നെ മുടിയൊക്കെ ഞാൻ അപ്പോഴേ കെട്ടി വെച്ചു കേട്ടോ, അല്ലെങ്കിൽ മുടിയെല്ലാം ചുമ്മാ അത് കയറി വലിയും കേട്ടോ. അതുകൊണ്ട് മുടിയെല്ലാം കെട്ടി വെച്ചു, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. വാസലിനൊക്കെ ഇട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ വേദനയേ ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊക്കെ നമുക്ക് തൊടാനും ഒക്കെ പറ്റുന്നുണ്ട്. വേറെ ഇതിപ്പോൾ തൊടുമ്പോൾ വേദന ഉണ്ടായിരുന്നു, പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തൊടുമ്പോഴൊന്നും വേദനയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കയറി പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വേദന ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഫുൾ ഹാപ്പിയായി. ഏട്ടൻ മോതിരം വാങ്ങിയതിനൊരു പരിഭവം ഉണ്ടായെങ്കിലും ഇപ്പം ഞാൻ ആ കമ്മൽ കിട്ടിയപ്പോൾ
ഫുൾ ഹാപ്പി ആട്ടോ. ഞാൻ പറഞ്ഞിട്ട് തന്നെ വന്നു, എനിക്ക് കാത് കുത്തണം, കുത്താണ്ട് ഒരു പരിപാടി നടക്കൂല ഏട്ടാ എന്ന് പറഞ്ഞ്. അപ്പോൾ ഏട്ടൻ പറയും നീ എന്തോ ചെയ്യുമെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ കാത് കുത്തിയത് കേട്ടോ. എങ്ങനെയുണ്ട് ഞാൻ കാത് കുത്തിയിട്ട് നല്ല ഭംഗിയുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഇനി ഞാൻ മുകളിലും കുത്താൻ കേട്ടോ, അത് പിന്നീട്. ഇത് 2 എണ്ണം കുത്തിയിട്ട് ഒരെണ്ണം ഏതോ 1 കിലോമീറ്റർ അപ്പുറമായിരുന്നു കേട്ടോ. അതൊരു പ്രത്യേകത പോലെ ഇരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഓക്കെ ആയി എന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചുകൂടെ അടിക്കടിക്ക് കുത്തായിരുന്നല്ലേ, കുറച്ച് ദൂരോട്ടായിപ്പോയി. എന്തായാലും ഞാൻ ഒന്നുകൂടെ കുത്തിയത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ജോസ്ക്കൊന്ന് നേരെ ഇറങ്ങി നമ്മൾ ബാലാജി കഫേയിൽ പോയി. കാരണം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് കാരാവട വാങ്ങിയിട്ട് പോയപ്പോൾ അച്ഛൻ പറയും നല്ല ടേസ്റ്റാണെന്ന് പറയും. അപ്പോൾ ജോസ്ക്കോയുടെ തൊട്ടടുത്തില്ലേ, ഞങ്ങൾ അവിടെ ചെന്ന് കാരാവടയും ഉഴുന്നുവടയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീണ്ടും പോയി. പോകുന്ന വഴിക്കാണ് വേദയുടെ അങ്കിളുടെ സമൂസക്കട. അവിടെ വന്ന് വേദയ്ക്ക് ഇഷ്ടമുള്ള ബ്രെഡ് പുഡിങ് കൊണ്ടൊരു സ്നാക്സ് ഉണ്ട് കേട്ടോ. അതും 2 എണ്ണം വാങ്ങി, ബ്രെഡ് പുഡിങ്ങിൻ്റെ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്ന് ചായയെല്ലാം കുടിച്ചിട്ട് ഞാൻ ചുമ്മാ ക്യാമറ എടുത്ത് നോക്കുന്നു, കണ്ണാടി എടുത്ത് നോക്കുന്നു. നമ്മൾ പുതിയൊരു സാധനം കിട്ടുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ആയിരിക്കില്ല, എപ്പോഴും അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കില്ലേ. അങ്ങനെയൊക്കെ ഒരു ഇതായിട്ട് നിന്നു കേട്ടോ. എന്നിട്ട് രാത്രി ആയപ്പോൾ വേദ കണ്ടോ മെഹന്തി മാസ്റ്ററായിട്ട് നിൽക്കുക കേട്ടോ. പിള്ളേരെ കയ്യിലെല്ലാം വരച്ച് കുറിച്ച് കോളമാക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ബ്രൈഡൽ വാക്കൊക്കെ വരുമ്പോൾ വേദ നമുക്ക് മെഹന്തി ഇടാൻ കൊണ്ടുപോകാം, അപ്പോൾ അത് കാശുണ്ടാക്കാമെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അമ്മൂൻ്റെയും തേനുവിൻ്റെ കൈ നിറച്ച് അവൾ വരച്ച് വെച്ചു. ഞാൻ പറയും വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പാരൻസ് വഴക്ക് പറയും, നിന്നെ വന്ന് വഴക്ക് പറയും. അമ്മൂൻ്റെ കാലിലൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പിള്ളേർ അതിനൊപ്പിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കമ്മൽ കാത് കുത്തിയതൊക്കെ എങ്ങനെയുണ്ട്, രസമായിട്ടുണ്ടോ, വേദയുടെ ഈ മെഹന്തിപ്പണിയൊക്കെ എങ്ങനെയുണ്ട്, അത് കൊള്ളാമോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും വീഡിയോസ് ഒന്നും മുടങ്ങാതെ കാണുക കേട്ടോ. അതുവരേക്കും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ, ബൈ ബൈ.